മാന്യ പ്രേക്ഷകർക്ക് മാർക്കസ് കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഐറ്റത്തിൻ്റെ പേര് മുട്ടപ്പുട്ട്. കറികളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പുട്ടിൻ്റെ പ്രിപ്പറേഷനാണിത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മുട്ടപ്പുട്ട് ഉണ്ടാക്കുന്നതെന്ന്. ഷെഫ് മാർക്കസ്. ചക്കപ്പുട്ടെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മുട്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് സാധനങ്ങളാണ് ഇതെല്ലാം. അളവുകളും മറ്റെല്ലാ കാര്യങ്ങളും വീഡിയോയുടെ അടിയിൽ ചേർക്കാം. ആദ്യമായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 4 മുട്ട ഞാൻ പുഴുങ്ങാനിടുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എടുക്കണം. മുട്ട തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഒരു നല്ല ചീനിച്ചട്ടിയിൽ 2 കപ്പ് കോണിംഗ് വെയറിൻ്റെ 2 കപ്പ് അരിപ്പൊടി 500 ഗ്രാം അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത പൊടിയാണ് വാങ്ങിച്ചതെങ്കിലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുകൂടെ ഒന്ന് വറുക്കുകയാണ്. ഏകദേശം 5 മിനിറ്റോളം പൊടി വറുത്തു. നല്ല മണം വരാൻ തുടങ്ങി. വാങ്ങിച്ച പൊടി വറുത്തതായതുകൊണ്ട് അധികം നേരം വറുക്കേണ്ടതായിട്ട് വന്നില്ല. പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പുട്ടിൻ്റെ പൊടി നനയ്ക്കുക എന്നുള്ളതാണ്. സ്വല്പം ഉപ്പും സ്വല്പം ജീരകം ചതച്ചതും കൂടെ ഞാൻ പൊടിയിലേക്ക് ഇടുകയാണ്. ഒരു 2 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടി എങ്ങനെയാണ് നനച്ചെടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കുറേശ്ശെയായിട്ട് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് നനച്ചെടുക്കുക. പുട്ടിൻ്റെ പൊടി ഒട്ടും കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 350-400 ml വെള്ളമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ബോയിൽ ചെയ്തിരിക്കുന്ന മുട്ട ഒരു ഗ്രേറ്റർ കൊണ്ട് ഗ്രേറ്റ് ചെയ്ത് പൊടിച്ചെടുക്കുക. ഇനി അതല്ല കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണമെങ്കിൽ ഒരു നൈഫ് കൊണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മൾ ശരിക്കും മുട്ടപ്പുട്ടിനുള്ള മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 30 ml കോക്കനട്ട് ഓയിൽ, 2 കരിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത്, ഒരു 200 ഗ്രാം ചോപ്ഡ് ഓണിയൻ. ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ സോട്ടേ ചെയ്യണം. സവോള വഴറ്റുമ്പോൾ ഒരു 3/4 ടീസ്പൂണ് സോൾട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സോൾട്ട് ഇടുമ്പോൾ സവോളയിൽ നിന്ന് വെള്ളം വേഗമിറങ്ങി പെട്ടെന്ന് ബ്രൗണായി കിട്ടും. ഓണിയൻ ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒണിയൻ എല്ലാം ഒരുവിധം സ്ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം ടൊമാറ്റോ ഇട്ട് വഴറ്റിയെടുക്കണം. മുട്ടയ്ക്കുള്ള മസാല ഓൾറെഡി കുക്കായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. നല്ലൊരു മുട്ടക്കറിയുടെ മണം വരാൻ തുടങ്ങി. നമ്മുടെ മസാല ഏതായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക്
മുട്ടയിട്ട് മിക്സ് ചെയ്യുക. മുട്ടപ്പുട്ടിനുള്ള മസാല ഇവിടെ ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് എല്ലാവരും കാണുന്നത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ട വിദ്യ ഒണിയൻ ടൊമാറ്റോ ഗ്രേവിയാണ്. ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. ഇത് ടൊമാറ്റോ ഒണിയൻ ഗ്രേവി അല്ലെങ്കിൽ ചോപ്ഡ് മസാല എന്നും പറയും. ഇതുണ്ടാക്കുന്നത് എൻ്റെ വീഡിയോയിൽ 23-ാം നമ്പർ എപ്പിസോഡിലുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഒരു ചിക്കൻ കറിയോ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു മട്ടൻ കറിയോ ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് ടൈം മാനേജ് ചെയ്ത് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കാൻ സാധിക്കും. തിളച്ച വെള്ളം പുട്ടുകുടത്തിലേക്ക് ഒഴിക്കുകയാണ്. പുട്ടിൻ്റെ ചില്ലിട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തേങ്ങ, മുട്ട, അതിനുശേഷം പുട്ടുപൊടി, വീണ്ടും സ്വല്പം തേങ്ങ, വീണ്ടും സ്വല്പം മുട്ടയുടെ മിക്സ്ചർ, അതിന് മുകളിലായിട്ട് തേങ്ങ അടച്ച് പുട്ടിന് നല്ലതായിട്ട് ആവി കയറിയിട്ടുണ്ട്. റൈസ് സ്റ്റീം കേക്ക്, ഇതാണ് മുട്ടപ്പുട്ട്. വീണ്ടും പുതിയ ഒരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുക്രാൻ, ശുക്രിയ, വണക്കം, ഖുദാഫിസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.